ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OnePlus Nord CE4 വേഴ്സസ് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ. ഇതിൽ ആരാണ് കേമൻ? നമ്മൾ ഓരോ മേഖലകളും ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. രണ്ടിൻ്റെയും ബോക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ബോക്സ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് ഫോണിൻ്റെയും ബോക്സിൽ ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്, കേസ് വരുന്നുണ്ട്, ചാർജിങ് കേബിൾ വരുന്നുണ്ട്, സിം ഇജക്റ്റിംഗ് പിന്ന് വരുന്നുണ്ട്. സോ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും വിട്ടു തരികയാണ്, കാരണം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എനിവേ, നമ്മൾ ഈ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൂടാതെ ബാക്കിൽ പ്ലാസ്റ്റിക് അല്ല, പകരം വീഗൻ ലെതറിൻ്റെ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 174 ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ OnePlus Nord CE4 കാര്യത്തിലോട്ട് വരുമ്പോൾ ബാക്കിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറ്റി പിടിക്കുന്നുണ്ട്. അതേപോലെ ഫ്ലാറ്റ് ഫ്രെയിം ആണ് വരുന്നത്. കർവ് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ 186 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ബിൽറ്റ് ക്വാളിറ്റിയും രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. അങ്ങനെ ബട്ടൺസിൻ്റെ കാര്യത്തിൽ, പോർട്ടുകളുടെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് നെഗറ്റീവുകൾ എടുത്ത് പറയാനായിട്ടില്ല. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 6.7 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേകളാണ്. എന്നാൽ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു കർവ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതേപോലെ POLED ഡിസ്പ്ലേ പാനലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 144 ഹെർട്സ് വരെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1600 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. സോ റിയൽ ലൈഫ് സിനാരിയോയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മെനു ആണെങ്കിലും വായിക്കാനാണെങ്കിലും എല്ലാം സൂപ്പറാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവുകളും പറയാനായിട്ട് ഇല്ല. ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ടച്ച് റെസ്പോൺസും അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഒരു നെഗറ്റീവും അവിടെ പറയാനായിട്ടില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഈ ഒരു OnePlusൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. MOLED ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. എന്നാൽ HDR10+ സർട്ടിഫിക്കേഷൻ ഈ ഒരു ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1100 നിറ്റ്സ് ആണ്. അതേപോലെ ഹൈ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 900 നിറ്റ്സ് ആണ്. അതായത് ഈ ഒരു നമ്മുടെ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബ്രൈറ്റ്നസ് കുറവാണ് ഈ ഒരു OnePlus Nord CE4 ഡിസ്പ്ലേ, പ്രത്യേകിച്ച് സൺലൈറ്റിൻ്റെ അടിയിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, അതേപോലെ ടച്ച് റെസ്പോൺസും കുറച്ചും കൂടി നിൽക്കുന്നത് ഈ ഒരു മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനിലാണ്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ വിന്നർ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ തന്നെയാണ്. അതേപോലെ രണ്ട് ഫോണിലും നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. സൗണ്ടിൻ്റെ കാര്യത്തിൽ ഏതാണ് നല്ലതെന്ന് പറയാനായിട്ടൊന്നുമില്ല. രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് തരുന്നത്. ഇനി രണ്ട് ഫോണിൻ്റെയും ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ കുറച്ച് നമ്മളുടെ OnePlus മുന്നിലാണ്. എന്തുകൊണ്ടാണെന്നല്ലേ, നമുക്കിവിടെ 5500 mAh ബാറ്ററിക്ക് 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ മോട്ടറോളയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ 5000 mAh ബാറ്ററിക്ക് 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടിനും വേണ്ട അഡാപ്റ്ററുകൾ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു 10% കൂടുതൽ കിട്ടുന്ന ഈ ഒരു OnePlus ഉണ്ടല്ലോ, അത് നമുക്കിവിടെ ശരിക്കും ഫീൽ ചെയ്യും എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഏകദേശം 9 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയാണ്. അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് തന്നെയാണ് ബാറ്ററി തരുന്നത്. എന്നാൽ മോട്ടറോളയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഏകദേശം ഒരു 6, 7, 8 അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ ഓൺ ടൈം നിൽക്കുന്നത്. നമുക്ക് OnePlus ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് ഒക്കെ മതി. എന്നാൽ മോട്ടറോള ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു 40-45 മിനിറ്റോളം എടുക്കുന്നുണ്ട്. അവിടെ ഒരു 10 മിനിറ്റിൻ്റെ ഡിഫറൻസ് ഓവറോൾ വരുന്നുണ്ട്. എന്നാൽ മോട്ടറോളയുടെ കാര്യത്തിൽ എടുത്ത് പറയാവുന്ന ഒരു മേന്മ എന്ന് പറയുന്നത് നമുക്കിവിടെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ കയ്യിലുള്ള ഈ TWSോ അല്ലെങ്കിൽ ഈവൻ മറ്റൊരു ഫോണോ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ക്വിക്ക് ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോൺ മതി. സോ ബാറ്ററിയുടെ കാര്യത്തിൽ ആ ഒരു റിവേഴ്സ് ചാർജിങ് ഒഴികെ ബാക്കി എല്ലാം കൊണ്ടും OnePlus ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇനി ഈ രണ്ട് ഫോണിൻ്റെ നെറ്റ്വർക്ക് റിസപ്ഷൻ, അതേപോലെ കണക്ടിവിറ്റി, ആ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണിലും നമുക്ക് അറ്റ് എ ടൈം 2 5G സിം ഇടാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി OnePlusൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു 5G സിമ്മും അതേപോലെ അപ് ടു 1 TB വരെയുള്ള മെമ്മറി കാർഡ് ഇടാനുള്ള ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 5G സിമ്മ് മാത്രമാണ് ഈ ഒരു മോട്ടറോളയിൽ സാധിക്കുള്ളൂ. നെറ്റ്വർക്ക് റിസപ്ഷൻ, അതേപോലെ അബ്നോർമൽ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഈ രണ്ട് ഫോണിലും വരുന്നില്ല. വൈഫൈയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വൈഫൈ കോളിംഗ് നെറ്റ്വർക്ക്, ആ ഒരു വൈഫൈ നെറ്റ്വർക്ക് റിസപ്ഷനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ, വളരെ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നത്. രണ്ടും 5G ഇടുമ്പോൾ ഏതാണ് കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3%
കൂടുതൽ മോട്ടറോളയാണ് നമുക്ക് നൈറ്റ് ഡ്രെയിൻ ഐഡിൽ ഡ്രൈനിങ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു 5% ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് ഏകദേശം ഒരു 8-9% ഈ ഒരു മോട്ടറോളയിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൽ അതായത് OnePlusൽ നമുക്ക് NFC കൊടുത്തിട്ടില്ല, പകരം IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സോ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഈ ഒരു ഫോണിൽ നടക്കില്ല. അതേപോലെ റിമോട്ടായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കാനും സാധിക്കും. എന്നാൽ മോട്ടറോളയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ NFC കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ഫോണിനെ കൊണ്ട് സാധിക്കും. എന്നാൽ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടില്ല. രണ്ടും കണക്ടിവിറ്റിയുടെ സൈഡിൽ പുലി തന്നെയാണ്. ഇനി ഇത് രണ്ടിന്റെയും സെൻസറുകളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ രണ്ടും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടിന്റെയും പൊസിഷൻ താഴെയാണ്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതേപോലെ തന്നെ ഫേസ് അൺലോക്ക്, അതൊരു സെൻസർ അല്ല, എന്നിരുന്നാലും ആ ഒരു പർപ്പസും വളരെ സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രോക്സിമിറ്റി സെൻസറും വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കോളൊക്കെ വരുന്ന സമയത്ത് രണ്ട് ഫോണും ചവിട്ടിലോട്ട് വെക്കുമ്പോൾ സ്ക്രീൻ ഓഫായി പോകുന്നുണ്ട്. പിന്നെ ഗൈറോസ്കോപ്പ് അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനിലാണ്. അതേപോലെ GPS ഒക്കെ ഇട്ടിട്ട് നമ്മൾ മാപ്പൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് രണ്ടും അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് രണ്ടും വർക്ക് ചെയ്യുന്നത്. സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ രണ്ടിലേതാ വിന്നർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗൈറോസ്കോപ്പ് എക്സ്പീരിയൻസ് തരുന്നത് ഈ ഒരു മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനാണ്. അതർവൈസ് രണ്ടും ഈക്വൽ തന്നെയാണ്. ഇനി ഈ രണ്ട് ഫോണുകളുടെയും പെർഫോമൻസ് സൈഡിലോട്ട് വരുമ്പോൾ രണ്ട് ഫോണുകളും നോർമൽ റെഗുലർ യൂസിന് പറ്റിയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. അങ്ങനെ ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങളോ ലാഗ് ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും ഈ രണ്ട് ഫോണിൽ നിന്നും വരാനായിട്ട് പോകുന്നില്ല. പിന്നെ ഗെയിമേഴ്സിന്, പ്രത്യേകിച്ച് ഹാർഡ് കോർ ഗെയിമേഴ്സിന് പറ്റിയിട്ടുള്ള ഫോണുകളല്ല ഇത്. ഇപ്പോൾ BGMI കളിക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിലും അത്യാവശ്യം നല്ല ഫ്രെയിം ഡ്രോപ്പ് ലാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ കോൾ ഓഫ് ഡ്യൂട്ടി ഉണ്ടല്ലോ, അത് രണ്ട് ഫോണിലും വളരെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നോർമൽ ഗെയിം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം, ഒരു തരത്തിലുള്ള പ്രശ്നം വരാനായിട്ട് പോകുന്നില്ല. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു OnePlus ഒരു പടി മുന്നിലാണ്. കാരണം സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. 7 ലക്ഷത്തോളം ആൻറ്റുടു സ്കോർ നമുക്ക് ഈ ഒരു OnePlus തരുന്നുണ്ട്. എന്നാൽ മോട്ടറോളയിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 5 ലക്ഷത്തോളമാണ് ഓവറോൾ നമുക്ക് ആൻറ്റുടു സ്കോർ വരുന്നത്. സോ ഓൺ പേപ്പർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് സ്കോറൊക്കെ വെച്ച് നോക്കുമ്പോൾ OnePlus ഒരു പടി മുന്നിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ റെഗുലർ യൂസിൽ മൈക്രോ സെക്കൻഡിൻ്റെ ഒരു സ്പീഡ് തരുന്നത് ഈ ഒരു മോട്ടറോള തന്നെയാണ്. ഇനി ഇതൊരു ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ 6 മാസം 8 മാസമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമോ എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. എനിവേ ഇപ്പോഴത്തേക്ക് പേപ്പറിൽ പുലി വരാണെന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ പുലി മോട്ടറോള തന്നെയാണ്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ രണ്ട് ഫോണിലും Android 14 ബേസ്ഡാണ്. ഇതിൽ ഓക്സിജൻ OS എന്ന് പേരിട്ടിരിക്കുന്ന കളർ OS ആണ് വരുന്നത്. ഇതിൽ ഹലോ UI എന്ന് പേരിട്ടിരിക്കുന്ന മോട്ടറോളയുടെ ഏറ്റവും ലേറ്റസ്റ്റ് UI ആണ് ഈ ഒരു മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനിൽ വരുന്നത്. അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല, രണ്ടും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. ഇനി ക്യാമറ പെർഫോമൻസ്, അതാണ് എല്ലാവർക്കും അറിയേണ്ടത് എന്ന് എനിക്കറിയാം. എനിവേ എൻ്റെ വേർഡിക്റ്റ് ഞാൻ ആദ്യം തന്നെ പറയാം. ക്ലിയർ വിന്നർ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനാണ്. അതെന്തുകൊണ്ടാണെന്നല്ലേ അതിനി പറയാം. രണ്ട് ഫോണിലും കൊടുത്തിട്ടുള്ളത് 50 മെഗാപിക്സൽ വീതമുള്ള മെയിൻ സെൻസറാണ്. എന്നാൽ മോട്ടറോളയിൽ വരുന്നത് സോണി ലിറ്റിയ 700C എന്ന് പറയുന്ന പുതിയ സെൻസറാണ്. ഈ ഒരു OnePlusൽ കൊടുത്തിട്ടുള്ളത് LYT 600 എന്ന് പറയുന്ന പുതിയ സെൻസറാണ്. ആ ഒരു നമ്പർ സീരീസിലാണ് സോണിയുടെ സെൻസർ അവർ ബെറ്റർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 700 സീരീസാണ്, ഇത് 600 സീരീസാണ്. പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിലും നൈറ്റ് ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും അതേപോലെ HDR ആണെന്നുണ്ടെങ്കിലും ക്ലിയർ വിന്നർ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനാണ്. നല്ല ഫോട്ടോസാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. അത് നമ്മൾ ചിലപ്പോൾ കാണുന്ന സമയത്ത് അയ്യോ ഇത് ക്ലിയർ ഇല്ലല്ലോ എന്ന് തോന്നും, പക്ഷേ ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് നല്ല രസമാണ്. ഇതിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി നാച്ചുറലാണ്, അങ്ങനെ ഒട്ടും ബൂസ്റ്റ് ചെയ്യുന്നില്ല. പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും HDR ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് പോകുന്നത്. പിന്നെ പല സമയത്തും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഈ ഒരു OnePlus തരുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിവേ ക്യാമറ എന്ന് പറയുന്നത് കുറേയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മെയിൻ സെൻസർ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ തന്നെയാണ്. ഇനി ഇതിന്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറിലോട്ട് വരുമ്പോൾ മോട്ടറോളയിൽ വരുന്നത് 13 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറാണ്. ഇവിടെ 8 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല പോലെ കളേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസാണ് ഓൾമോസ്റ്റ് എല്ലാ സിനാരിയോയിലും തരുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം ഇരുണ്ടുള്ള ആ ലൈറ്റ് കടക്കുന്നില്ല. 8 മെഗാപിക്സലേ ഉള്ളൂ, ആ സെൻസർ അത്രയും ചെറുതാണ്. സോ ലൈറ്റ് പ്രോപ്പറായിട്ട് കടക്കാത്തതിൻ്റേതായിട്ടുള്ള ഒരു ഇരുണ്ടിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇതിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ നമുക്ക് കിട്ടുന്നത്. സോ
ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ്. ഇനി മാക്രോ അതിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ലെൻസ് കൂടെ കൊടുത്തിട്ടില്ല, പക്ഷേ രണ്ടും ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല മാക്രോ ഫോട്ടോസ് എടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ രണ്ടും 4K 30 FPS ആണ് നമുക്ക് രണ്ട് ഫോണിലും എടുക്കാനായിട്ട് പറ്റുക. പക്ഷെ ഒരു പൊടിക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ തന്നെയാണ്, അവിടെ ഒരു സംശയമില്ല. എന്നാൽ ഫുൾ HDയിലേക്ക് വരുമ്പോഴും ഇവിടെ നമുക്ക് OIS സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, ഇവിടെയും OIS വരുന്നുണ്ട്, പക്ഷേ സ്റ്റെബിലിറ്റി കൂടുതൽ മോട്ടറോളയിലാണ്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ 32 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് ഈ ഒരു മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനിൽ വരുന്നത്. OnePlusൽ 16 മെഗാ പിക്സലിൻ്റെയാണ് വരുന്നത്. ഓക്കെ, രണ്ടിൻ്റെയും ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറേനെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള നല്ല HDR തരുന്ന, നല്ല ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി തരുന്നത് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ തന്നെയാണ്. ഇത് കുറച്ചും കൂടി മങ്ങിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ് കേട്ടോ. ഇൻഡിവിജ്വലി നോക്കുമ്പോൾ രണ്ടും നല്ലത് തന്നെയാണ്, നമ്മൾ സൈഡ് ബൈ സൈഡ് വെക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം മുഴുവൻ ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ 4K 30 FPS വീഡിയോ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അവിടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല, EIA സ്റ്റെബിലിറ്റിയാണ് രണ്ട് ഫോണിലും കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഫുൾ HD അതായത് 1080 30 FPS ആണ് നമുക്ക് സെൽഫിയിൽ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക. സ്റ്റെബിലിറ്റി ഭയങ്കര മോശമാണ് ഈ ഒരു OnePlusൻ്റെ കാര്യത്തിൽ. അപ്പോൾ രണ്ട് ഫോണുകളിലുള്ള സെൽഫി വീഡിയോ ഔട്ട്പുട്ടാണ് കാണുന്നത്. നമ്മളുടെ മോട്ടറോളയിൽ ഞാൻ 4Kയിലാണ് കേട്ടോ എടുക്കുക. അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോഡിൽ ഫുൾ HD ആണ്, പക്ഷേ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ക്ലിയർ വിന്നർ ഒരു ഡൗട്ടും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ തന്നെയാണ്. പ്രൈസും കൂടി പറയുമ്പോഴാണ് ആ ഒരു വ്യത്യാസം വരാനായിട്ട് പോകുന്നത്. കാരണം 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറിക്ക് 24,999, അതായത് 25,000 രൂപയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇവിടെ നമുക്ക് 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറിക്ക് 23,000 രൂപ. ഇതിൻ്റെ തന്നെ അടുത്ത വേരിയൻ്റ് അതായത് 8GB റാം 256GB ഇൻറ്റേർണൽ മെമ്മറിക്ക് 25,000 രൂപയെ വരുന്നുള്ളൂ. സോ ഇതെടുക്കുന്ന അതായത് OnePlus എടുക്കുന്ന പ്രൈസിന് നമുക്ക് ഇതിൻ്റെ 256 വേരിയൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ 256 വേരിയൻറ്റിന് വില വരുന്നത് 26,999. 27,000 രൂപയ്ക്കുള്ളത് ഇല്ല കേട്ടോ. ഈ രണ്ട് ഫോണും കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ ഇതിന് 25,000 കൊടുക്കാം, ഇതിന് 23,000 കൊടുക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.